നിഷ്പക്ഷമായി വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം. ഇപ്പോൾ നടക്കുന്ന വിവാദത്തിന് പ്രമുഖ മാധ്യമങ്ങൾ കാണിക്കുന്ന ഉത്സാഹം മറ്റൊരു വാർത്തയോട് കാണിക്കുന്നില്ല എന്ന ആരോപണം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് കാണാനിടയായി. സജിനി ഉണ്ണി എന്ന ഒരാളുടെ പോസ്റ്റ് ഇങ്ങനെ: കേരള പത്രപ്രവർത്തക യൂണിയനിലെ പെണ്ണുപിടിയന്മാരെ ആദ്യം കയ്യാമം വയ്ക്കൂ. ഇടതുപക്ഷ നേതാക്കളുടെ ഇഷ്ടത്തോഴൻ. സെക്രട്ടേറിയറ്റിൽ ഉന്നത പിടിപാട്. CPIMന്റെ വലം കൈയുമായ ന്യൂസ് 18 വാർത്താ അവതാരകൻ കിരൺ ബാബു തൻ്റെ സഹപ്രവർത്തകയും കേരള പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറിയുമായിരുന്ന മാധ്യമപ്രവർത്തകയെ പത്രപ്രവർത്തക യൂണിയന്റെ കമ്മിറ്റി സ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും അശ്ലീല ചേഷ്ടകൾ കാണിക്കുകയും ദ്വയാർത്ഥം കലർന്ന പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേസരി സ്മാരക് ട്രസ്റ്റിന്റെ പേരിൽ വൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ഈ മാന്യദേഹത്തിന്റെ പേരിൽ 1678/2021 നമ്പർ പ്രകാരം വലിയതുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇടതുപക്ഷ നേതാവായതുകൊണ്ട് കിരൺ ബാബുവിനെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി കിരൺ ബാബു എന്ന കാമവെറിയന് എതിരെ വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ ഇരയായ പെൺകുട്ടിക്ക് നിരവധി തവണ കിരൺ ബാബുവിൽ നിന്ന് ഭീഷണി വന്നു. KUWJ സംസ്ഥാന കമ്മിറ്റിയിലെ കിരൺ ബാബു പക്ഷക്കാരിൽ നിന്ന് പോലും ഈ ഇരയ്ക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നു. ന്യൂസ് 18 മാനേജ്മെന്റ് കിരൺ ബാബുവിനെ പൂർണ്ണമായും സംരക്ഷിച്ചു. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഇരയെ വീണ്ടും സമ്മർദ്ദത്തിൽ ആക്കുവാൻ കിരൺ ബാബുവും പത്രപ്രവർത്തക യൂണിയനിലെ കിരൺ ബാബു പക്ഷ നേതാക്കളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 2021 സെപ്റ്റംബർ മാസത്തിൽ വേണു ബാലകൃഷ്ണൻ എന്ന സദാചാരവാദി മാതൃഭൂമിയിലെ ഒരു ജീവനക്കാരിക്ക് കമ്പി മെസ്സേജ് അയച്ചു ഉന്മാദം കൊള്ളവേ മാതൃഭൂമി കമ്പനി പൂർണ്ണമായും ഇരയുടെ പക്ഷത്തു നിന്ന് കാമവീരൻ വേണുവിനെ പുറത്താക്കി. ആ മാന്യതയും അന്തസ്സും നിലവാരവും മാതൃഭൂമി കാണിച്ചു. എന്നാൽ കമ്പിക്കഥ വീരനെ മീഡിയ 1 ചാനൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. വേണുവിന്റെ കാമവിലാസ ലീലകൾ ഇനി മീഡിയ 1 ചാനലിൽ തുടരും. കൂടാതെ പുരുഷ സഹപ്രവർത്തകയ്ക്ക് സ്വൈര്യം കൊടുക്കാതെ മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമന്റെ വിക്രിയകൾക്ക് മാധ്യമ ലോകത്ത് അറിയാത്തവരുണ്ടോ? എന്ത് സന്ദേശമാണ് ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളിമാരും നൽകുന്നത്? സ്വന്തം സഹപ്രവർത്തകയെ അപമാനിച്ച ഇടത് നേതാവിന് അറസ്റ്റില്ല, മാറ്റി നിർത്തലില്ല. തട്ടിപ്പും വെട്ടിപ്പും പെണ്ണുപിടുത്തവും കള്ളുകുടിയും സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവനെ കൂട്ടത്തോടെ ആക്രമിക്കുക, ഇതൊക്കെ ഹരമാക്കിയ KUWJയുടെ തലപ്പത്ത് കുറെ തെമ്മാടിക്കൂട്ടങ്ങൾ. ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ സദാചാരം വിളമ്പുന്നത്. നാണമില്ലേ നാറികളെ? ആദ്യം നിങ്ങൾ കിരൺ ബാബു എന്ന കാമവെറിയനെയും കമ്പി കഥ മാത്രം വായിച്ച് കാമതൃപ്തി വരുത്തുന്ന വേണുവിനെയും പുറത്താക്കി നിങ്ങൾ മാതൃക കാണിക്കൂ. എന്നിട്ട് നിങ്ങൾ സദാചാരം വിളമ്പൂ. അങ്ങനെ പോസ്റ്റ് അവസാനിച്ചു. നിലവിലെ മാധ്യമ പ്രവർത്തകർ ബ്രേക്കിംഗ് ന്യൂസുകളും റേറ്റിംഗിലും ഒന്നാമതെത്താൻ ശ്രമിക്കുമ്പോഴും വീരവാദത്തിനും രാഷ്ട്രീയത്തിനുമാണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വിമർശനങ്ങളും ഇത് പരിഗണിക്കേണ്ടതുള്ളതാണ്. സജിനി ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ അതീവ ഗുരുതരമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്ന മാധ്യമ പ്രവർത്തകരിൽ പലരുടെയും കഥകളാണ് ഇവരിലുള്ളിലെ സദാചാരം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ പോസ്റ്റ്. ഈ വാർത്തകളെല്ലാം നമ്മൾ കേട്ട് മറന്നതാണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴതൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചർച്ച ചെയ്യുന്നില്ല, ഒരാളുടെ പേരും പറയുന്നുമില്ല. അവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായ ആരോപണങ്ങളുമായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്, രാജിവെപ്പിക്കാൻ നടക്കുന്നത്. സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോട് ഇത്തരത്തിൽ പെരുമാറുന്നവരോട് എന്ത് നയമാണ് ഈ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉള്ളിടത്ത് ഇതും പരിഗണിക്കേണ്ടതാണ്. ഈ വിഷയവും ചർച്ച ചെയ്യേണ്ടതാണ്. സജിനി ഉണ്ണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഓരോ മാധ്യമ പ്രവർത്തകരും അന്തിചർച്ചയ്ക്കും പരിഗണിക്കേണ്ട പ്രശ്നമാണ് ഇത് പരിഗണിക്കുക, ഇതിന് പരിഹാരം കണ്ടെത്തുക. മാധ്യമപ്രവർത്തകരുടെ സംഘടനകളിൽ പോലും ഈ വിഭാഗീയത നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ നന്നാക്കാൻ നടക്കുക? എന്താണ് രാഷ്ട്രീയ പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്ന ആരോപണം? എന്തോ സത്യം പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്ക് രോമാഞ്ചമാണ്. തങ്ങളാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്, ഇനിയും തെളിവുകൾ പുറത്തുവിടാനുണ്ട്. ഇത്തരത്തിൽ ആക്രോശിക്കുമ്പോൾ തങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള കാമവെറിയന്മാരുണ്ട് എന്ന് തിരിച്ചറിയുക, പ്രവർത്തിക്കുക.